നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ച ഊണിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സവാള അച്ചാറാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നോൻപ് മാസമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് തേങ്ങ അരച്ച കറികളൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും എല്ലാവർക്കും ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സവാള അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സവാള അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആറ് ചെറിയ സവാളയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ സവാള നമുക്ക് അല്പം കട്ടിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം തിന്നായിട്ടൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം കട്ടിയായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വരാം. അങ്ങനെ സവാള ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ ബൗളിലേക്ക് സവാള മാറ്റാം. സവാള നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർക്കാം. ആദ്യം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കാം. ഇനി വേണ്ടത് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് സവാള ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തിരുമുമ്പോൾ സവാള ഒന്ന് സോഫ്റ്റായിട്ട് ഇതിൻ്റെ ലെയറെല്ലാം ഒന്ന് വിട്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. വളരെ വ്യൂസൊക്കെ കുറവാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചേച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയുടെ വിജയവും. അത് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടാ, എന്നെ ചീത്ത പറയല്ലേ. ഇപ്പോൾ സ്മോൾ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ടച്ചിങ്സിനൊക്കെ ആയിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. നിങ്ങളിനി വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നതും വേണ്ട, ഒരു അച്ചാർ കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്മോൾ അടിക്കുന്ന ആൾക്കാരും ഇല്ല, എങ്കിലും സ്മോൾ അടിക്കുന്ന ആൾക്കാരുള്ള വീട്ടിൽ പറഞ്ഞാണ് കേട്ടോ. സമയത്ത് നിങ്ങൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കാനൊന്നും ഓടണ്ട കേട്ടോ. ഈ കുറച്ച് അച്ചാറിട്ടാക്കി അവർക്ക് കൊടുത്താൽ മതി. അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കണം. ഇതിലേക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 3-4-5 ചുള വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് മാറ്റി വെക്കുമ്പോൾ സവാളയിലേക്ക് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു താളിപ്പുണ്ട്, അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 3 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി വളരെ എളുപ്പത്തിലാണ് കേട്ടോ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. നമ്മൾ സവാള കട്ട് ചെയ്ത് ചട്ടി അടുപ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ മസാലപ്പൊടികളൊക്കെ നേരത്തെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷമായിരിക്കണം അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങേണ്ടത്. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. എണ്ണയുടെ ചൂടൊന്ന് കുറക്കാനും വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സവാളയിലേക്ക് മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചൂടാക്കിയ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കിയ ഉടൻ തന്നെ കഴിക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് 2 ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വളരെ രുചികരമായിട്ടുള്ള സവാള അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും
ഈ ഒരു വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് ഈ സവാള അച്ചാറിൻ്റെ ചൂടാറിയതിന് ശേഷം ചില്ല് കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ്. 2 മാസം വരെയൊക്കെ ഈ ഒരു അച്ചാർ നമുക്ക് പുറത്ത് വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതുമാണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും വീണ്ടും കാണാം.